നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇസ്രയേലിന്റെ ഇറാനിലേക്കുള്ള ആക്രമണം ഇറാൻ തിരിച്ചടിക്കുന്നു. എന്നാൽ ഇപ്പോൾ അമേരിക്കയെ പൂർണ്ണമായും സമ്മർദ്ദത്തിൽ ആഴ്ത്തുക എന്നുള്ള നിലയിലേക്ക് ഇറാൻ ഒരു തീരുമാനമെടുക്കുന്നു. പിന്നീട് നമ്മൾ കണ്ടത് ഗൾഫിലാകെ ആക്രമണ പരമ്പരകളുടെ ഒരു നീക്കമാണ്. ബഹ്റൈനിലും സൗദിയിലുമൊക്കെ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഖത്തറിൽ ആക്രമിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. അബുദാബിയിൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. യുദ്ധം അതിരൂക്ഷമായി മാറുകയാണ്. നമുക്കറിയാം, ആണവ കരാറുമായി ബന്ധപ്പെട്ട് അമേരിക്കയും ഇറാനും തമ്മിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ജനീവയിലെ ചർച്ച കഴിഞ്ഞു. ഇനി അടുത്തത് വിയന്നയിൽ നടക്കാനിരിക്കെയാണ് ഇപ്പോൾ തിടുക്കപ്പെട്ട് ഇസ്രയേലിന്റെ ഒരു ആക്രമണം. എന്നാൽ ഇസ്രയേൽ പ്രതികരിക്കുന്നു, ഇത് സംയുക്ത ആക്രമണമാണ്, അമേരിക്കയുടെ പിന്തുണയോടുകൂടിയാണ് ആക്രമണം എന്ന് പറയുന്നു. പൊടുന്നനെ ഇപ്പോൾ ഇറാൻ ഇസ്രയേലിലേക്ക് ആക്രമണം നടത്തുന്നുണ്ടെങ്കിലും എന്നാൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ഗൾഫ് മേഖലകളിലേക്കാണ്. അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുന്ന നീക്കത്തിലേക്കാണ്. ആണവ നിരായുധീകരണമായിരുന്നു അമേരിക്കയുടെ ലക്ഷ്യം. ഇറാനെ പൂർണ്ണമായി ആണവ നിരായുധീകരിക്കുകയാണ്. പക്ഷേ ഈ ചർച്ച അത്ര കണ്ട് വിജയിച്ചില്ല. ഇറാൻ പുലർത്തിയൊരു വാശി, ഈ ചർച്ചകളോടുള്ള ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്, അതാണ് ഒടുവിൽ ഈ ഘോര യുദ്ധത്തിലെത്തിച്ചേർന്നിരിക്കുന്നത്. 60% യുറേനിയം സമ്പുഷ്ടീകരിച്ച ഇറാൻ അതിന് പൂർത്തിയാക്കാൻ ഇനി ഏതാനും വർഷങ്ങൾ മാത്രം മതി. ഇറാൻ്റെ ആത്യന്തിക ലക്ഷ്യം ഇസ്രയേൽ തന്നെയാണ്, അത് അമേരിക്കയ്ക്കും വ്യക്തമാണ്. എന്നാൽ അമേരിക്കയെ ഭയപ്പെടുത്താൻ ഇറാൻ അടുത്ത കാലത്തായി ദീർഘദൂര മിസൈലുകളുടെ ഒരു വലിയ മിസൈൽ വിപുലീകരണ പദ്ധതിക്ക് തുടക്കമിട്ടു. ഇത് അമേരിക്ക വളരെ ഗൗരവത്തോടെ കണ്ടു. ട്രംപ് വളരെ കാടൻ ശൈലിയിൽ ഇപ്പോൾ ഇറാന് നേർക്ക് കടന്നാക്രമണം നടത്തുകയല്ല, വളരെ കണക്ക് കൂട്ടി കരുക്കൾ നീക്കി കൃത്യതയോടെയാണ് ഇറാന് നേർക്കുള്ള ആക്രമണം തൊടുത്തിരിക്കുന്നത്. അമേരിക്കയിൽ നിന്ന് വളരെ ശക്തമായ വിമർശനങ്ങൾ ട്രംപിനെതിരെ ഇപ്പോൾ ഉയരുന്നുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ആക്രമണത്തിൽ അമേരിക്കയും ഇസ്രയേലും പുലർത്തുന്ന ഒരു ഏകോപനമാണ്. അമേരിക്ക പൂർണ്ണ അനുമതി നൽകുന്നു. അമേരിക്കയുടെ വമ്പൻ പടക്കപ്പലുകൾ മെഡിറ്ററേനിയൻ കടലിലേക്ക് നീങ്ങുന്നു. ഇതിനിടയിൽ ഹോർമുസ് കടലിടുക്കിൽ ചില നിയന്ത്രണങ്ങളുമായി ഇറാൻ കടന്നു വരുന്നു. ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അമേരിക്ക ഞങ്ങൾക്ക് മേലെ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധങ്ങൾ പിൻവലിക്കണമെന്ന നിബന്ധന വയ്ക്കുന്നു. അതിന് ഞങ്ങൾ തയ്യാറല്ല എന്ന് അമേരിക്ക ശഠിക്കുന്നു. ഇതിനെ തുടർന്ന് ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ഒരു സൈനിക അഭ്യാസ പ്രകടനം നടത്തുന്നു. ഇതൊക്കെ കൂടി അമേരിക്കയെ ചൊടിപ്പിച്ചു, ഇസ്രയേലിനെ ചൊടിപ്പിച്ചു. ഇസ്രയേൽ ഒരു പക്ഷേ ഒരു പടി കൂടി കടന്ന് ചിന്തിച്ചിരിക്കാം. 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം ആണവായുധമാക്കി മാറ്റാൻ അധികകാലം വേണ്ട ഇറാന്. ഇറാനിലെ ആയത്തുള്ള അൽ ഖമേനി എന്തിനും മടിക്കാത്ത ആളാണ്. അതാണ് നമ്മൾ ഈ അടുത്ത കാലത്ത് ഇറാനിൽ നടന്ന ഒരു ആഭ്യന്തര സംഘർഷത്തിൽ കണ്ടത്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 5500-ലധികം ആളുകളെ കൊലപ്പെടുത്തിയ ഒരു സംഭവമാണത്. തങ്ങളുടെ സേനയെ, ഇറാൻ സേനയെ ഇറക്കിവിട്ട് ഏറ്റവും മൃഗീയമായ തലത്തിൽ സ്വന്തം ജനങ്ങളെ കൊന്നൊടുക്കുന്ന കാഴ്ച നമ്മളവിടെ കണ്ടത്. അധികാരം നിലനിർത്തുക, അതാണ് ആയത്തുള്ള ഭരണത്തിൻ്റെ ഏറ്റവും പരമമായ ലക്ഷ്യം. അതിനെന്ത് ക്രൂരതയും അവർ അവലംബിക്കും. 1970-കളുടെ ഒടുക്കം ആയത്തുള്ള ഭരണം തുടങ്ങുന്നു. അവിടെ ഇറാനെ നിയന്ത്രിക്കാൻ ഒരു മതപരമായ ചട്ടക്കൂടിനുള്ളിൽ ചില സ്ട്രക്ചറുകൾ ഒരുക്കി വെച്ചുകൊണ്ട് ആയത്തുള്ളയുടെ യുഗം ആരംഭിക്കുന്നു. അതിങ്ങനെ പതിറ്റാണ്ടുകൾ കടന്നു വന്നു, ഏകദേശം 4.5 പതിറ്റാണ്ടിലെത്തി നിൽക്കുന്നു. ഇനിയും ഈ ശൈലി മുന്നോട്ട് പോയാൽ അവിടെയുള്ള ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടാകില്ല. സാമ്പത്തിക രംഗം ആകെ താറുമാറായി കിടക്കുന്നു. അമേരിക്കൻ ഉപരോധത്തിലൊക്കെ പെട്ട് ഇറാൻ്റെ സമ്പദ് വ്യവസ്ഥ പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ്. വലിയ തോതിൽ വിലക്കയറ്റം, ആളുകൾക്ക് ജീവിക്കാൻ വയ്യ, പൊറുതിമുട്ടി നിൽക്കുകയാണ്. ആരെങ്കിലും ഒരു സമരവുമായി, പ്രതിഷേധവുമായി ആഭ്യന്തര സംഘർഷത്തിലേക്ക് കടക്കുന്നുവെന്ന് കണ്ടാൽ അവരെ നിഷ്ഠൂരം കൊലപ്പെടുത്തുന്ന ഒരു ഭരണ ശൈലി. ഇവിടെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിലേക്ക് ഈ ലോകത്തിൻ്റെ ശ്രദ്ധ തിരിഞ്ഞത്. റസ്ല പഹ്ലവി എന്ന പഴയ പഹ്ലവി ഭരണകൂടത്തിൻ്റെ അവസാനത്തെ കണ്ണി ഇപ്പോൾ അമേരിക്കയിലാണ്. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഏറെ ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു കാലഘട്ടം, ഇറാൻ ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ആഭ്യന്തര സംഘർഷം രൂക്ഷമായപ്പോൾ അമേരിക്കയുടെ പിന്തുണ കിട്ടുമെന്നും ട്രംപ് സൈന്യത്തെ അയക്കുമെന്നും ആ പാവം ജനങ്ങൾ കരുതി. പക്ഷേ അവിടെ അമേരിക്ക ചില ചർച്ചകളുമായി മുന്നോട്ട് പോവുകയും ആ ചർച്ചകൾ പൊള്ളിയുകയും ചെയ്തു. ഇതിനിടയിൽ 10 ദിവസത്തെ ഒരു അന്ത്യശാസനമാണ് ട്രംപ് നൽകിയത്. 10 ദിവസം എത്തി. പൊടുന്നനെ ഇന്ന് രാവിലെ നമ്മൾ കേൾക്കുന്നത്, ഇന്ന് രാവിലെ 8:13 ഇസ്രായേൽ സമയം 8:13
മാരകമായ ആക്രമണങ്ങൾ തുടങ്ങി. ആദ്യ ആക്രമണം നടക്കുന്നത് ടെഹ്റാനിൽ അലി ഖമനയുടെ തൊട്ടടുത്തുള്ള ഒരു പ്രദേശത്താണ്. തുടർന്ന് 5 ഇടങ്ങളിൽ അതിശക്തമായ സ്ഫോടനങ്ങൾ. തിരിച്ചടിക്കുമെന്ന് ഇറാൻ പറഞ്ഞു. ഈ ആക്രമണം തുടങ്ങി വെച്ചത് നിങ്ങളാണ്, പക്ഷേ പൂർത്തിയാക്കുന്നത് ഞങ്ങളായിരിക്കും എന്ന ഇറാൻ്റെ പതിവ് ഭീഷണി. മുൻപ് ഇസ്രയേൽ ഇറാന് നേർക്ക് ആക്രമണം നടത്തിയത് 12 ദിവസമാണ്. 12 ദിവസം നീണ്ടു നിന്ന ഒരു ആക്രമണം. എന്നാൽ അതിനേക്കാൾ മാരകമായ ഒരു ആക്രമണത്തിനാണ് ഇക്കുറി യുദ്ധത്തിനാണ് അമേരിക്ക ഇറങ്ങിത്തിരിച്ചിരിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നതാണ് അവരുടെ ഈ ആക്രമണ ശൈലി. കാരണം അമേരിക്കയുടെ എല്ലാ വലിയ വിമാനവാഹിനി കപ്പലുകളും പടക്കപ്പലുകളും വലിയ തോതിലുള്ള ബോംബർ വിമാനങ്ങളും ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കുന്ന ലോകത്തെപ്പോലും ഭയപ്പെടുത്തുന്ന വലിയ വലിപ്പമുള്ള വിമാനങ്ങളുമൊക്കെ ഇസ്രയേൽ ഗൾഫ് മേഖല കേന്ദ്രീകരിച്ചപ്പോൾ നിൽപ്പുണ്ട്. അപ്പോൾ അത്തരമൊരു സാഹചര്യം, അത്തരമൊരു യുദ്ധാവസ്ഥ സൃഷ്ടിച്ചെടുത്തതിന് ശേഷമാണ് അമേരിക്ക കയറി അടിച്ചത്. ഇസ്രയേലിനെ കൊണ്ടാണ് ആദ്യ ആക്രമണങ്ങൾ നടത്തിയത്. എന്നാൽ ഗൾഫ് മേഖലയെ ഈ യുദ്ധം എങ്ങനെ ബാധിക്കും? അതാണ് ഇപ്പോൾ നമ്മെ ആശങ്കപ്പെടുത്തുന്നത്. കാരണം ഇറാന് അമേരിക്കയിലേക്ക് നേരിട്ട് തിരിച്ചടിക്കുക വയ്യ. ഇസ്രായേലിന് നേർക്ക് തിരിച്ചടിക്കുന്നുണ്ട് അതിശക്തമായി. ആദ്യം ഡ്രോണുകളുടെ ഒരു വൻ തരംഗം തീർത്തുകൊണ്ടായിരുന്നു ആദ്യ ആക്രമണം, ഇറാൻ്റെ തിരിച്ചടി നമ്മൾ കണ്ടത് ഇസ്രായേലിലേക്ക്. ഇസ്രായേലിലെ ജനങ്ങളോടൊക്കെ ഷെൽട്ടറുകളിലേക്ക് പോകാനും സുരക്ഷിതരായിരിക്കാനും IDF മുന്നറിയിപ്പ് നൽകി. എന്നാൽ മറുവശത്ത് നമ്മൾ ആശങ്കയോടെ ഇപ്പോൾ നോക്കിക്കാണുന്നത് ഇറാൻ ഗൾഫ് മേഖലയിലുള്ള അമേരിക്കൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തും. ഇതിൽ 2 ലക്ഷ്യങ്ങളുണ്ട് ഇറാനെ സംബന്ധിച്ച്. ഒന്ന്, അമേരിക്കൻ സേനാ കേന്ദ്രങ്ങൾക്ക് നേരെ, അമേരിക്കൻ നാവിക കേന്ദ്രങ്ങൾക്ക് നേരെയാണ് തങ്ങൾ ആക്രമണം നടത്തുന്നത് എന്ന് ഗൾഫ് രാജ്യങ്ങളോട് ഇറാന് പറയാം. പക്ഷേ ഈ ആക്രമണം അമേരിക്കൻ സേനാ കേന്ദ്രങ്ങൾക്ക് നേരെ മാത്രമല്ല. ഇപ്പോൾ നമ്മൾ കണ്ടു അബുദാബിയിൽ സേനാ കേന്ദ്രങ്ങൾക്കപ്പുറം മറ്റ് പല സ്ഥലങ്ങളിലേക്കും ആക്രമണം നീണ്ടു. റിയാദിലെ സൈനിക താവളത്തിന് സമീപം സ്ഫോടനം നടന്നു, അതിനടുത്ത പ്രദേശങ്ങളിൽ നടന്നു. ഖത്തറിൽ മാത്രമല്ല, കുവൈറ്റ്, സൗദി അറേബ്യ, ബഹ്റിനിൽ, അങ്ങനെ നിരവധി രാജ്യങ്ങളിലേക്ക് ഇപ്പോൾ ഇറാൻ ആക്രമണം തൊടുത്തിരിക്കുക, മിസൈലുകൾ തൊടുത്തിരിക്കുക. ഇതവർ നേരത്തെ തന്നെ സജ്ജമാക്കി വെച്ചിരുന്നു. ഒന്ന് കത്തിക്കുക മാത്രമേ ഇറാന് ബാക്കിയുണ്ടായിരുന്നുള്ളൂ. കാരണം യുദ്ധം ഏറെക്കുറെ അവർ പ്രതീക്ഷിച്ചിരുന്നു. ഈ ആദ്യഘട്ട ആക്രമണം ഒരുപക്ഷെ അമേരിക്കയും കരുതി തന്നെ ആവാം ഇപ്പോൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഇവിടെ അമേരിക്ക നേരിടുന്നൊരു പ്രധാന പ്രശ്നം, ഗൾഫ് രാജ്യങ്ങൾ ലക്ഷ്യമിട്ട് ഇത്തരം ആക്രമണങ്ങൾ ഇറാൻ തൊടുക്കുമ്പോൾ ഗൾഫ് മേഖലയിൽ നിന്ന് അമേരിക്കയ്ക്ക് നേരെ ശക്തമായ സമ്മർദ്ദമുണ്ടാകും യുദ്ധം ഉടനടി അവസാനിപ്പിക്കാൻ. ആ സമ്മർദ്ദം ഫലപ്രദമാകുമെന്നും യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക മുൻകൈയെടുക്കുമെന്നും ഒരു പക്ഷേ ഇറാൻ കണക്കുകൂട്ടുന്നുണ്ടാവാം. എന്നാൽ എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ചുകൊണ്ട് രൂക്ഷമായ പ്രത്യാക്രമണം മറുവശത്ത് ഇസ്രയേൽ തൊടുക്കുന്നു. ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് ഗൾഫ് മേഖലയിലെ എല്ലാ വ്യോമപാതയും അടച്ചു, എല്ലാ രാജ്യങ്ങളും അവരുടെ വ്യോമപാത അടച്ചു. ഇറാൻ, ഇറാഖ്, ഇസ്രയേൽ ഇന്ന് രാവിലെ തന്നെ അവരുടെ വ്യോമപാത അടച്ചിരുന്നു. ഇറാഖിൻ്റെ ആകാശത്തിൽ നിറയെ വ്യോമ വിമാനങ്ങൾ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും. അത് ഇറാൻ്റെ ആണോ അമേരിക്കയുടേതാണോ ഇസ്രായേലിൻ്റേതാണോ എന്നൊന്നും ഇപ്പോൾ വ്യക്തമല്ല. പക്ഷേ ഇറാഖിൻ്റെ ആകാശം കൂടി കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ആക്രമണങ്ങൾ തൊടുക്കുന്നത്. അമേരിക്കൻ ബോംബർ വിമാനങ്ങൾ കൂടുതൽ ഇന്ന് രാത്രിയോടെ ഇറാൻ ലക്ഷ്യമിട്ട് വലിയ ആക്രമണങ്ങൾ നടത്തും എന്ന സൂചന വരുന്ന തരത്തിൽ ട്രംപ് ചില മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. എവിടെ വേണമെങ്കിലും ബോംബ് വീഴാം, ജനങ്ങൾ വീട് വിട്ടിറങ്ങരുത്, സുരക്ഷിതരായിരിക്കുക, ഭരണമാറ്റം മാത്രമാണ് ഞങ്ങളുടെ മുന്നിലുള്ള ലക്ഷ്യം. അതുകൊണ്ട് ലക്ഷ്യം കാണാതെ ഇക്കുറി അമേരിക്കയ്ക്കോ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോ പിൻവാങ്ങാൻ കഴിയില്ല. സമാനമാണ് ഇസ്രായേലിൻ്റെ സ്ഥിതിയും. ഇസ്രയേൽ ഒരു 12 ദിന ആക്രമണത്തിന് ശേഷം ഇറാനെ കാര്യമായി തളർത്തി എന്നന്ന് അവകാശപ്പെട്ടിരുന്നു. പക്ഷേ ആ യുദ്ധത്തിന് ശേഷം ഇറാൻ ചില അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്നു. ഞങ്ങളെ ഭയന്നാണ് അമേരിക്ക പിൻവാങ്ങിയത് എന്നൊക്കെ അന്ന് ഖമേനി പറഞ്ഞിരുന്നു. ഖമേനി എന്നൊരു പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അമേരിക്ക ഭയന്ന് പിന്നോട്ട് ഓടി എന്നൊക്കെ പരിഹസിച്ചിരുന്നു. ഇറാൻ അന്ന് ഖത്തറിലെ അമേരിക്കൻ സേനാ കേന്ദ്രത്തിന് നേർക്കൊരു ആക്രമണം നടത്തിയതിനെ അമേരിക്ക വളരെ ഭയപ്പെട്ടു പോയൊരു സംഭവം എന്നൊക്കെയാണ് അന്ന് ഖമേനി വിശേഷിപ്പിച്ചത്. അപ്പോൾ ഇരുകൂട്ടരും, ഒരു വശത്ത് അമേരിക്കയും ഇസ്രായേലും ഒരുമിച്ച് നിൽക്കുന്നു, മറ്റൊരു വശത്ത് ഖമേനിയുടെ ഇറാൻ ഭരണകൂടം നിൽക്കുന്നു. ഇറാൻ ഭാഗത്തേക്ക്, ഇറാൻ അച്ചുതണ്ടിലേക്ക് ഇതുവരെ മറ്റ് രാജ്യങ്ങളുടെ പിന്തുണ ആരുടെയും കിട്ടിയിട്ടില്ല. ആകെ അവർക്ക് പിന്തുണ അറിയിച്ചുകൊണ്ടിപ്പോൾ യുദ്ധഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്ന യമനിലെ ഹൂതികൾ മാത്രമാണ്. ലെബനൻ കേന്ദ്രീകരിച്ച് ചില ആക്രമണങ്ങൾ ഇപ്പോൾ ഇസ്രായേൽ നടത്തി എന്നൊക്കെ നമ്മൾ കേട്ടു. അതൊരു പക്ഷേ തീവ്രവാദ അച്ചുതണ്ടിൻ്റെ ചില പ്രതികരണങ്ങൾ ആ ഭാഗത്തു നിന്ന് ഉയർന്നത് കൊണ്ടാവാം.
ഒരു കാര്യം വ്യക്തമാണ്, ലെബനൻ കേന്ദ്രീകരിച്ചുള്ള തീവ്രവാദികളെ പൂർണ്ണമായി തളർത്തിയിട്ടിരിക്കുന്നു. ഗാസ മുനമ്പിലെ ഹമാസ് തീവ്രവാദികൾ മുമ്പത്തേക്കാളൊക്കെ വളരെ ക്ഷീണിതരാണ്. ലെബനൻ മാത്രമല്ല, ഇറാഖിലെ ഷിയ തീവ്രവാദികളും ഇപ്പോൾ ഏറെക്കുറെ നിശബ്ദരാണ്. ഹൂതികൾ നട്ടലൊടിഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഇപ്പോൾ നമുക്കറിയേണ്ടത് ചൈനയുടെ നിലപാട് എന്തായിരിക്കാം ഈ യുദ്ധത്തിൽ. ഗൾഫ് മേഖലയെ ഇത് ഏതൊക്കെ തലത്തിൽ ബാധിക്കും? ഒരു ദീർഘകാല ആക്രമണത്തിനുള്ള ശക്തി അത് ഇറാന് സ്വന്തമായി ഉണ്ടോ? ആദ്യ ആക്രമണങ്ങളിൽ ഒരുപക്ഷെ ഒരു നടുക്കം ലോകത്തിൽ ഉണ്ടാക്കാൻ ഇറാന് കഴിഞ്ഞേക്കാം. ഇപ്പോൾ ഗൾഫ് മേഖലയിൽ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ, കുവൈറ്റിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ഖത്തറിലെ ജനങ്ങളോട് സേനാകേന്ദ്രങ്ങൾക്ക് അരികിലേക്ക് പോകരുത്, ഏതെങ്കിലും തലത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായാൽ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ ഭരണകൂടം പറയുന്നു. UAE-യിൽ വ്യാപകമായ പരിഭ്രാന്തി ഇപ്പോൾ ദൃശ്യമാണ്. നിരവധി ഇന്ത്യക്കാർ, മലയാളികളൊക്കെ ഈ മേഖലയിലുണ്ട്. അവരൊക്കെ വലിയ ആശങ്കയിലാണ്. എല്ലാവരുടെയും വീടുകളിൽ നിന്ന് ഫോൺ കോളുകൾ അങ്ങോട്ടേക്ക് പോകുന്നു, തിരിച്ചു വിളിക്കുന്നു. എല്ലാവരോടും സുരക്ഷിതരായിരിക്കാൻ അവരുടെ വീട്ടുകാർ പറയുന്നു. ഇത് ഗൾഫ് മേഖലയിലെ സാമ്പത്തിക രംഗത്തെയും കാര്യമായി ബാധിക്കും. അതുകൊണ്ട് തന്നെ കൈവിട്ട കളിയിലേക്ക് ലോകം കടന്നിരിക്കുന്നു. ഒരു ലോകാവസാന യുദ്ധം അല്ലെങ്കിൽ ലോകയുദ്ധം എന്നൊക്കെ പറയുന്ന തലത്തിലേക്ക് ഇത് വളരുമോ? ഭയത്തോടെ, ആശങ്കയോടെ ലോകം ആകെക്കൂടി നിസ്സംഗതയോടെ നോക്കി നിൽക്കുന്നൊരു കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. നമുക്കറിയാം, ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളെല്ലാം അവരുടെ വ്യോമപാതകൾ അടയ്ക്കുന്നു. മറ്റൊരു വശത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ റംസാൻ്റെ പുണ്യമാസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുകയാണ്. അപ്പോൾ അത് ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നാട്ടിലേക്കും മറ്റിടങ്ങളിലേക്കുമൊക്കെ വീടുകളിലേക്കൊക്കെ പോകാൻ കാത്തിരിക്കുന്ന ഒരുപാട് മനുഷ്യർ, അവർക്കൊക്കെ വലിയൊരു പ്രതിസന്ധി മുന്നിൽ ഉയർന്നിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ ഗൾഫ് രാജ്യങ്ങൾ എടുക്കാൻ പോകുന്ന ഒരു നിലപാട് എന്താണ്? ഇപ്പോൾ കുവൈറ്റ് അല്ലെങ്കിൽ ഖത്തറൊക്കെ പ്രതികരിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ കേന്ദ്രങ്ങളിലേക്ക് ആക്രമിക്കുമ്പോൾ ഞങ്ങൾക്ക് തിരിച്ച് പ്രതികരിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ ഗൾഫ് മേഖലകളിൽ നിന്നും പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ ഗൾഫ് മേഖലകൾ ഇറാന് നേരെ ഒരു തിരിച്ചടിക്ക് മുതിരുമോ? അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ ഗൾഫ് മേഖല ഒന്ന് മയപ്പെട്ടുകൊണ്ട് അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ശക്തമാക്കാൻ സാധ്യതയുണ്ടോ? കാരണം ഈ പറയുന്ന സൗദിക്ക് നേരെ ആക്രമണം നടന്നിട്ടുണ്ട്. സൗദിയും അമേരിക്കയും തമ്മിൽ വലിയ സൗഹൃദമാണ് ഉള്ളത്. അപ്പോൾ അത്തരത്തിൽ ഒരു സമ്മർദ്ദം ഉണ്ടാകാനുള്ള സാധ്യത ഇതിനെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളെ മുഴുവൻ അശാന്തമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഒരു ആക്രമണം നടന്നിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഹൂതി വിമതർ പലപ്പോഴും സൗദി അറേബ്യയ്ക്ക് നേരെ ആക്രമണം നടത്താറുണ്ട്. ഇറാൻ പിന്തുണയോടെ പലപ്പോഴും ഹൂതികൾ സൗദിക്ക് നേരെ മാത്രമല്ല UAE-യുടെ നേർക്ക് മിസൈലുകൾ തൊടുത്തിട്ടുണ്ട്. എല്ലാ കാലത്തും ഈ സുന്നി ഭരണക്രമമുള്ള രാജ്യങ്ങളാണ് ഗൾഫ് സെക്ടറിലുള്ള മിക്ക രാജ്യങ്ങളും. എന്നാൽ ഇറാനിലുള്ള ഷിയ ഭരണകൂടമാണ്. ഷിയ തീവ്രവാദികളാണ് നമ്മൾ കേൾക്കുന്ന ഹൂതികൾ, ലെബനിലെ ഹിസ്ബുള്ള, ഹമാസ് തീവ്രവാദികൾ, ഇറാഖിലെ ഷിയ തീവ്രവാദികളൊക്കെ. ഈ സുന്നി വിഭാഗവും ഷിയ വിഭാഗവും തമ്മിൽ വെത്തുഭൈരികളാണ്. അപ്പോൾ ഈ ഗൾഫ് മേഖലയിലെ UAE-ക്കും സൗദി അറേബ്യയ്ക്കുമൊക്കെ ഇറാൻ തളർന്നു കാണാൻ ആഗ്രഹമുണ്ട്. കാരണം എല്ലാ കാലത്തും വലിയൊരു ഭീഷണിയാണ്. ഈ ഇറാൻ ഭീഷണി മുന്നിൽ കണ്ടിട്ടാണ് UAE-യിലെ രാജ്യങ്ങളൊക്കെ പലപ്പോഴും തങ്ങളുടെ പ്രതിരോധത്തിന് വേണ്ടി അമേരിക്കയെ ആശ്രയിക്കുന്നത്. ഈ ആക്രമണത്തിൽ അവർക്കൊക്കെ ഒരു ഭയം ഉള്ളിലുണ്ട് എങ്കിലും ഈ ആക്രമണത്തോടെ ഇറാൻ തീരും എന്നുണ്ടെങ്കിൽ ഇവരുടെ ശക്തമായ പിന്തുണ ലഭിക്കും. പക്ഷേ ഈ ആക്രമണം അത്ര പെട്ടെന്ന് ദിവസങ്ങൾക്കുള്ളിൽ, ആദ്യം നമ്മൾ കേട്ടത് 4 ദിവസം കൊണ്ടൊക്കെ തീർത്ത് മടക്കി കിട്ടുമെന്നാണ്. പക്ഷേ അതൊന്നും യാഥാർത്ഥ്യമാകുമോ? മാസങ്ങളോളം, ഒരുപക്ഷെ വർഷങ്ങളോളം ഈ യുദ്ധം നീണ്ടു നിന്നാൽ അതിനെ എങ്ങനെ ഗൾഫ് രാജ്യങ്ങൾ മറികടക്കും? കാരണം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ആ മേഖലയിൽ ഉണ്ടാക്കും. ഗൾഫ് രാജ്യങ്ങൾ പ്രത്യേകിച്ച് കോവിഡിന് ശേഷം ഒരു തിരിച്ചുവരവിൻ്റെ പാതയിലാണ്. അബുദാബി ഉൾപ്പെടുന്ന UAE രാജ്യമൊക്കെ വലിയൊരു തിരിച്ചുവരവിൻ്റെ പാതയിലാണ്. ആ രാജ്യങ്ങളൊക്കെ ഇത് കാര്യമായി ബാധിക്കും. ഇടക്കാലത്ത് UAE-യിൽ തന്നെ രാജ്യങ്ങൾക്കെതിരെ തിരിഞ്ഞപ്പോൾ ഖത്തർ ഒറ്റപ്പെട്ടിരുന്നു. ഖത്തർ ഉൾപ്പെടെ ഇപ്പോൾ ഒരു തിരിച്ചുവരവിൻ്റെ പാതയിൽ ആണ്. പഴയതുപോലെ രണ്ട് വാദിയും പ്രതി അല്ലെങ്കിൽ ശത്രുവിനെയും ഒരുമിച്ചിരുത്തി ഖത്തറിൻ്റെ പഴയ അഭ്യാസങ്ങളൊന്നും ഇപ്പോൾ നടക്കില്ല. കാരണം എല്ലാവർക്കും എല്ലാം തിരിച്ചറിഞ്ഞു. ഇത് അടിച്ചു തീർക്കുക അല്ലെങ്കിൽ യുദ്ധം ചെയ്ത് ഒരുത്തനെ തീർക്കുക എന്ന ഘട്ടത്തിലെത്തുന്ന ഒരു വളരെ ഭീതിയോടെ നമ്മൾ നോക്കിക്കാണുന്നൊരു ഘട്ടത്തിലെത്തി നിൽക്കുന്നു. അതുകൊണ്ട് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇനി പിൻവാങ്ങാൻ കഴിയില്ല. അവർക്കൊരൊറ്റ ലക്ഷ്യം മാത്രം, ഇറാൻ്റെ ഈ ഖമേനി ഭരണകൂടത്തെ താഴെ ഇറക്കുക,
അങ്ങനെ താഴെയിറക്കുന്ന ഒരു സന്ദർഭമുണ്ടായാൽ ഖമേനിയെ വധിക്കാൻ പോലും അമേരിക്ക ഇസ്രായേൽ മടിക്കില്ല. പെസഷ്കിയാൻ ഇപ്പോൾ ഏറെക്കുറെ നിശബ്ദനാണ്, ഇറാൻ പ്രസിഡന്റ്. ഗൾഫ് രാജ്യങ്ങളുടെ നിലപാട് അതായിരിക്കും ഈ യുദ്ധഗതിയെ ഇനി നിർണ്ണയിക്കുക. നേരത്തെ 12 ദിന യുദ്ധത്തിൽ അന്ന് ഗൾഫ് രാജ്യങ്ങൾ വലിയ സമ്മർദ്ദം ചെലുത്തിയിരുന്നു അമേരിക്കയ്ക്കും ഇസ്രായേലിനും മേൽ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല, അവസാനിപ്പിക്കണമെന്ന്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞിരിക്കുന്നു. അമേരിക്കയും ഗൾഫ് രാജ്യങ്ങളുടെ അനുമതിയോടെ മാത്രമായിരിക്കാം ഈ ആക്രമണത്തിന് ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത്. ഈ മുൻപ് തന്നെ ഈ സമാധാന ചർച്ചകൾ പല കേന്ദ്രങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ പോലും അമേരിക്ക തുടരെ ഇറാനെ വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നു. യുദ്ധമുണ്ടാകും, ആക്രമിക്കും എന്നൊക്കെ വ്യക്തമാക്കിക്കൊണ്ട്. ഒരു വേള ഡൊണാൾഡ് ട്രംപ് ഖമനേയ്ക്ക് നേരെ വെല്ലുവിളി ഉയർത്തിയത് വെനസ്വേലയ്ക്കുണ്ടായ അവസ്ഥ ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു. പക്ഷേ ഈ വെനസ്വേലയെ ആക്രമിച്ചതുപോലെ അവിടുത്തെ പ്രസിഡന്റിനെ പിടിച്ചുകെട്ടി കൊണ്ടുപോയതുപോലെ അത്ര എളുപ്പമാണോ ഇറാനിലേക്ക് അമേരിക്ക ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത്? കാരണം ഇറാൻ അത്ര ചെറിയൊരു രാജ്യമൊന്നുമല്ല, മിസൈൽ ശക്തിയിൽ വളരെ മുൻപന്തിയിലാണ്. അതുപോലെ തന്നെ സൈനിക ശേഷിയിലും ഒട്ടും പിറകിലോട്ടല്ല ഇറാൻ എന്ന രാജ്യം. അല്ല, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. IRGC എന്ന് പറയുന്ന ഇറാൻ ഭരണകൂടത്തെ താങ്ങി നിർത്തുന്ന അവരുടെ സൈനിക വിഭാഗം, ഈ IRGC എപ്പോൾ വേണമെങ്കിലും അവരുടെ ദൗത്യത്തിൽ നിന്ന് പിൻവാങ്ങാനിടയുണ്ട്. കാരണം ആഭ്യന്തര സംഘർഷം ഇറാനിൽ ഉണ്ടായപ്പോൾ അതിനെ നേരിടാൻ ഖമേനി ആദ്യം ഇവർക്ക് നിർദ്ദേശം നൽകിയെങ്കിലും സ്വന്തം ജനതയെ വെടിവെക്കാൻ അവർ ആദ്യം മടിച്ചിരുന്നു. പക്ഷെ പിന്നീട് ശക്തമായ നിർദ്ദേശങ്ങൾ നൽകിയപ്പോഴാണ് അവർ യുദ്ധരംഗത്തെ ആഭ്യന്തര സംഘർഷം അവസാനിപ്പിക്കാൻ അതിശക്തമായ ഇടപെടലുകൾ നടത്തിയത്. ഇപ്പോൾ ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നതും IRGCക്കാണ്. നിങ്ങൾ ഒന്നുകിൽ മരണത്തെ വരിക്കൂ, അല്ലെങ്കിൽ ആയുധം വെച്ച് കീഴടങ്ങൂ. IRGCക്ക് ഖമേനിയുടെ ഒരു പിടി ഭരണകൂടത്തിൽ നിന്ന് അയയുന്നു എന്ന് മനസ്സിലായാൽ ഒരുപക്ഷെ അവർ പിന്നോട്ട് പിൻവാങ്ങും. അങ്ങനെ വന്നാൽ ഇറാനിൽ ഒരു ജനാധിപത്യ ഭരണക്രമം നിലവിൽ വരും എന്ന പ്രതീക്ഷ ജനങ്ങൾക്കുള്ളതുകൊണ്ട് അവർ ഈ ഭരണകൂടത്തിന് നേരെ മുഖം തിരിക്കും. ഗൾഫ് മേഖലയൊട്ടാകെ ഇറാനെതിരെ തിരിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ അത്ര എളുപ്പമല്ല. ട്രംപ് കണക്കുകൂട്ടി തന്നെയാണ് ഇക്കുറി ഇറങ്ങിയിരിക്കുന്നത്. ഇസ്രായേലും കണക്കുകൂട്ടി തന്നെയാണ്. അതുകൊണ്ട് ആ നീക്കങ്ങൾ പതറാനിടയില്ല. വെനിസ്വേലയിൽ സംഭവിച്ചത് ഒരൊറ്റ രാത്രി വളരെ ഏറ്റവും ശക്തമായ ആക്രമണ മാർഗം അവലംബിച്ച് വെനിസ്വേലിയൻ പ്രസിഡന്റിനെ പിടിച്ചുകെട്ടി അമേരിക്കയിലേക്ക് കൊണ്ടുവരുന്ന കാഴ്ചയാണ്. അത്തരം നടപടിക്രമങ്ങൾ ഇറാനിൽ അത്ര എളുപ്പമാവില്ല. കാരണം അങ്ങനെ ചെയ്യാനല്ല അമേരിക്ക പദ്ധതിയിട്ടിരിക്കുന്നത്. അമേരിക്ക പദ്ധതിയിട്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ഭരണകൂടത്തെ തൂത്തെറിയുക, ഒരു ജനാധിപത്യ ഭരണകൂടത്തെ അവിടെ പുനഃസ്ഥാപിക്കുക. അതും അമേരിക്കയുടെ ഒരു ഭരണകൂടമായിരിക്കുമെന്ന് വ്യക്തമാണ്. വളരെ കൃത്യതയോടെ പലപ്പോഴും ഗൾഫ് മേഖലയിൽ അമേരിക്ക ഇത്തരം സൈനിക ഇടപെടലുകൾ നടത്താറുണ്ട്. അതിൻ്റെ തുടർച്ചയാണ് ഇറാനിലും. ഇപ്പോൾ നമ്മൾ ഇസ്രയേലാണ് ഇറാനിലേക്ക് ആക്രമണം നടത്തുന്നത്. പിന്നീട് ഇറാൻ തിരിച്ചൊരടി ഇസ്രയേലിലേക്ക് കൊടുക്കുന്നുണ്ടെങ്കിലും പിന്നീട് നമ്മൾ കാണുന്നത് ഇറാൻ പൂർണ്ണമായും ഗൾഫിലേക്ക് ഫോക്കസ് ചെയ്യുന്നതാണ്. അത് അമേരിക്കയ്ക്കുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ്. എന്നാൽ ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങൾക്കൊക്കെ തന്നെ ഇതിനു മുൻപ് ഖമനേയി പലതവണ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അമേരിക്കയ്ക്ക് ഇറാനിലേക്ക് ആക്രമിക്കാൻ നിങ്ങളുടെ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ കേന്ദ്രങ്ങൾ തുറന്നു കൊടുത്താൽ ആ രാജ്യത്തെ ശത്രുവായി കണക്കാക്കിക്കൊണ്ട് ഞങ്ങൾ തിരിച്ചടിക്കും. എന്നാൽ ഇപ്പോൾ ഈ ഗൾഫ് മേഖലകൾ അങ്ങനെ ഒരു വഴി തുറന്നിട്ട് കൊടുത്തിട്ടില്ല അമേരിക്കയ്ക്ക്. പക്ഷേ കൃത്യമായി ഈ പറയുന്ന ഇറാൻ ഗൾഫ് മേഖലകൾ കേന്ദ്രീകരിച്ച് അതിശക്തമായ ആക്രമണം അഴിച്ചുവിടുകയാണ്. അല്ല, ഇറാൻ്റെ മുന്നിലുള്ള പോംവഴി അത് മാത്രമേ ഉള്ളൂ. ഒന്ന്, ഇസ്രായേലിന് നേർക്ക് ശക്തമായ ആക്രമണം, തുടരെ മിസൈലുകൾ തൊടുക്കുക, അതുപോലെ തന്നെ ഡ്രോൺ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ തുടരുക. മറുവശത്ത് അമേരിക്കൻ സേനാ കേന്ദ്രങ്ങൾക്ക് നേരെ ഗൾഫ് മേഖലയിൽ ഉടനീളം കടുത്ത ആക്രമണങ്ങൾ നടത്തുക. ആ ഒരു സമ്മർദ്ദം മാത്രമേ ഇറാൻ ഒരു തിരിച്ചടിയായി നൽകാൻ കഴിയൂ. ഇത് മനസ്സിലാക്കി തന്നെയാണ് അമേരിക്ക അവരുടെ കപ്പൽ പടയെ അവിടെ വിന്യസിച്ചിരിക്കുന്നത്. പക്ഷേ ബഹ്റിനിലുള്ള 5th ഫ്ലീറ്റ് അമേരിക്കൻ കപ്പൽപ്പട, അവർക്ക് നേരെ ആക്രമണം ഇപ്പോൾ ഉണ്ടായി. കുവൈറ്റിൽ ആക്രമണം നടന്നു, സൗദിയിൽ, ബഹ്റിനിൽ ഒക്കെ ആക്രമണങ്ങൾ നടന്നു. എന്നാൽ അബുദാബിയിൽ മാത്രം ഒരൊറ്റ മരണം മാത്രമേ ഔദ്യോഗികമായി ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളൂ. ഇതത്ര ചെറിയ കളിയല്ല. ഇന്ന് രാത്രി ഒരു തീമഴയായിരിക്കും ടെഹ്റാനിലും ഇറാനിലുമൊക്കെ പെയ്തിറങ്ങുന്നത്. ഏത് ബങ്കറിൽ ഒളിച്ചാലും ഖമേനിക്ക് രക്ഷപ്പെടാൻ കഴിയുമോ എന്ന് നമുക്കൊരു രാത്രി കൂടി കാത്തിരിക്കാം. പക്ഷേ യുദ്ധം ജനങ്ങൾ ഏറ്റെടുക്കും എന്നുള്ള ഒരു പ്രതീക്ഷ ഇറാൻ്റെ ഭരണകൂടത്തിനില്ല, ഭരണാധികാരിക്കില്ല. മറ്റ് പല മേഖലകളിലും ഇപ്പോൾ നമുക്കറിയാം, സദ്ദാം ഹുസൈൻ്റെ കാര്യം പോലും ഇറാഖിൽ പണ്ട് അമേരിക്കയുടെ നേതൃത്വത്തിൽ നടത്തിയ യുദ്ധം, അതിൽ പോലും ഒരു വിഭാഗം ജനങ്ങൾ ആ യുദ്ധം ഏറ്റെടുത്തിരുന്നു. ഇവിടെ പക്ഷെ അതിനുള്ള ഒരു സാധ്യതയില്ല. കാരണം തികച്ചും ജനവിരുദ്ധനാണ് ഖമേനി. ജനങ്ങളുടെ ഒരു ഏറ്റവും എതിർപ്പ് നേരിടുന്നൊരു ഭരണകൂടമാണ് ഇറാനിലുള്ളത്.
അതുകൊണ്ട് അത്തരത്തിൽ ജനപിന്തുണയോടെ ഒരു ചാവേർ ആക്രമണ ശൈലിയിലൊക്കെ പിടിച്ചു നിൽക്കുക ഖമേനിക്ക് എളുപ്പമല്ല. എല്ലാം അവസാനിക്കാൻ പോകുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് കണക്ക് കൂട്ടാം. ഈ ആക്രമണമൊക്കെ അതിൻ്റെ ഒരു ആളിക്കത്തൽ മാത്രമാണ്. ഈ ആക്രമണ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഖമേനി ഈ കുടുംബത്തോടെ ബങ്കറിലേക്ക് മാറുന്നുണ്ട്. രാജ്യത്തിൻ്റെ ഒരു സുരക്ഷ പോലും നോക്കാതെ ആദ്യമേ അങ്ങ് പോകുകയാണ് ബങ്കറിലേക്ക്, സ്വയം സുരക്ഷിതനാകുക എന്നൊരു നീക്കം. 86 വയസ്സുണ്ട്. പക്ഷേ തൊട്ടിപ്പുറത്ത് നമ്മൾ ഇസ്രയേലിൻ്റെ ഒരു കാഴ്ച കൂടി കാണണം. ഇസ്രയേൽ കണക്ക് കൂട്ടി തന്നെ ഇരിക്കുകയായിരുന്നു, ഇറാനിൽ ഒരു അടിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ട് മുൻപ് തന്നെ നെതന്യാഹു പറഞ്ഞു, അമേരിക്ക തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ സ്വന്തം നിലയ്ക്ക് കയറി അടിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ അപ്പോഴേക്കും അവിടെ ജനങ്ങളുടെ കുറവാണ്, ജനസാന്ദ്രത കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വന്തം ജനതയെ സംരക്ഷിക്കാനുള്ള എല്ലാ നീക്കവും നടത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് ഇസ്രയേൽ കയറി അടിച്ചിരിക്കുന്നത്. പക്ഷേ തൊട്ടിപ്പുറത്ത് ഈ ഇസ്രയേൽ അതിശക്തമായ ആക്രമണം, അമേരിക്ക ഇനി കളത്തിലേക്ക് ഇറങ്ങി നേരിട്ട് ഇറാനിലേക്ക് ആക്രമണം നടത്തുകയാണെങ്കിൽ മരണസംഖ്യ ഇറാനിൽ വളരെ വലുതാകും. കാരണം ഈ പറയുന്നത് പോലെ തന്നെ അവിടെ ഇറാനിൽ ഇത്രത്തോളം ബങ്കർ സംവിധാനങ്ങളൊന്നുമില്ലല്ലോ. അല്ല, ഇപ്പോൾ തുടങ്ങിയിരിക്കുന്ന ഈ 5 കേന്ദ്രങ്ങൾ, അത് മിക്കവയും സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്ക ആക്രമണം നടത്തിയത്. പിന്നെ പറഞ്ഞ് ആദ്യ ഘട്ടത്തിലുള്ള ആക്രമണം ഈ ടെഹ്റാനിലെ ഖമേനിയുടെ ഓഫീസിന് തൊട്ടടുത്താണ്. ഖമേനിയെ വിറപ്പിക്കുകയായിരുന്നു ലക്ഷ്യമെന്ന്. അതിൽ പെസഷ്കിയാന് വല്ല അപകടം പറ്റിയോ എന്ന് ലോകമാധ്യമങ്ങളിൽ വലിയ ചർച്ച ആദ്യം ഉയർന്നു കിട്ടിയിരുന്നു. അപ്പോൾ ഇറാൻ പറഞ്ഞു പെസഷ്കിയാൻ സുരക്ഷിതനാണ്, ആരോഗ്യത്തോടെ ഇരിക്കുന്നുവെന്ന്. അപ്പോൾ പ്രസിഡന്റിനെ കൊലപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനി അമേരിക്ക ഉന്നമിടുന്നത് ഈ ടെഹ്റാനിലെ ഖമേനിയുടെ ചുറ്റുമായിരിക്കും. ഏത് ബങ്കറിൽ ഒളിച്ചാൽ ആ ബങ്കറൊക്കെ തകർക്കുന്ന B-2B ബോംബർ അടക്കം അമേരിക്കയുടെ പക്കലുണ്ട്. വലിയ സൈനിക സംവിധാനമാണ് അവിടെ എത്തിച്ചിരിക്കുന്നത്. ഇസ്രായേലും വെറുതെ ഇരിക്കില്ല. മറ്റൊന്ന്, ഈ ഗൾഫ് മേഖല കേന്ദ്രീകരിച്ച് ഈ ആക്രമണം അതിശക്തമായി തിരിച്ചടി അല്ലെ പ്രത്യാക്രമണം ഇറാൻ നടത്തുന്നത് കൊണ്ട് ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സേനാ കേന്ദ്രങ്ങളിൽ നിന്ന് വലിയ ഒരു കടന്നൽ കൂട്ടം പോലെ ഇറാന് നേർക്ക് ആക്രമണത്തിനുള്ള ഒരു ശൈലി സ്വീകരിക്കാൻ ഇവിടെയുണ്ട്. കാത്തിരുന്ന് കാണാം. എന്തായാലും യുദ്ധം ശക്തമാകുകയാണ്. പശ്ചിമേഷ്യ വീണ്ടും ആളിക്കത്തുന്ന ഒരു സാഹചര്യമാണ് ഉടലെടുത്തിരിക്കുന്നത്. ലോകരാജ്യങ്ങളെല്ലാവരും ആ ഒരു ഭീതിയിലേക്കാണ്. നമുക്കറിയാം, കഴിഞ്ഞ തവണ ഇരു രാജ്യങ്ങളും തമ്മിൽ ആക്രമണം നടന്നപ്പോഴും പക്ഷേ അത് ഗൾഫ് മേഖലയിലേക്ക് പൂർണ്ണമായും കടന്നിരുന്നില്ല. എന്നാൽ ഇത്തവണ അത് കൈവിട്ട കളിയിലേക്ക് പോയിരിക്കുന്നു. ഗൾഫിലാകെ പരന്നിരിക്കുകയാണ് ഈ യുദ്ധത്തിൻ്റെ അലയൊലികൾ. അതുകൊണ്ട് തന്നെ ലോകം ഭയപ്പാടിലാണ്. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം. നന്ദി. നമസ്കാരം.